ഈ ബസ് നടത്തി ജീവിക്കുന്ന ഒരാളാണ് സാർ ഞാൻ. എൻ്റെ പ്രായം 73 സാർ. 2015 കാലഘട്ടത്തിൽ ക്ഷമിക്കണം സാർ 2015 സാർ 34,000 ബസ്സുകൾ ഈ കേരളത്തിൽ ഓടിയിട്ടുണ്ടായിരുന്നു സാർ. 34,000 സാർ. സാർ അന്ന് 650 കോടി ടാക്സ് ഇനത്തിൽ കൊടുക്കുന്നൊരു വിഭാഗമാണ് സാർ ഞങ്ങൾ. 1,90,00,000 റുപ്യ ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കുന്ന ആളുകളെ സാർ. LBRലേക്ക് ഞങ്ങൾ സാർ അതുമായി ക്ഷമിക്കണം സാർ 4,09,00,000 അടയ്ക്കുന്നുണ്ട് സാർ. LBRലേക്ക് മാത്രം 1,90,00,000 അടയ്ക്കുന്നുണ്ട് സാർ. എന്ന് വേണ്ട സാർ, സാധാരണക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ബസ് മേഖലയാണ് സാർ. കാറ് സ്കൂട്ടർ ഇല്ലാത്ത ആളുകൾക്ക് സാർ. അതെ സാർ. അതുകൊണ്ട് ജീവിക്കുന്ന 10-35,000 തൊഴിലാളികൾ ഉടമസ്ഥന്മാരുണ്ട് സാർ. ഒരു കാലഘട്ടത്തിൽ സാർ ഇത് വലിയ വ്യവസായമായിട്ട് മുതലാളിമാർ നടത്തിപ്പോണൊരു സംഭവമായിരുന്നു സാർ. ഇന്ന് അച്ഛൻ കണ്ടക്ടറും മകൻ ഡ്രൈവർ, മകൻ കണ്ടക്ടറും അച്ഛൻ ഡ്രൈവറായിട്ട് ഉപജീവമാർഗത്തിന് കൊണ്ടുപോകുന്നു സാർ. ഇന്ന് സാർ ശ്രദ്ധിക്കണം സാർ, ഓരോ കാര്യങ്ങളും ഞങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ട് ഇത് വിൽക്കാനോ മറ്റൊരാൾക്ക് മാറാനോ കഴിയാത്തൊരവസ്ഥയാണ് സാർ ഉള്ളത്. സാധാരണഗതിയിൽ സാർ ഈ ഓഫീസ് 10 മണിക്ക് തുറക്കുന്ന ഒരു ഓഫീസ് 10 മണിക്ക് തുറന്നിട്ട് RTO ഓഫീസ് 1:15 മണിക്ക് അടയ്ക്കുകയാണ് സാർ. ഞങ്ങളെപ്പോഴത്തെ ആളുകൾ ഹൃദയരാഗയിലും മറ്റുള്ള ആളുകൾ അറിയുമ്പോൾ അടച്ച് ക്ലോസ് ഇട്ട് കഴിഞ്ഞിട്ട് പോവുകയാണ് സാർ. പിന്നീട് ഞങ്ങൾ 12:30 മണിക്ക് 1 മണിക്കുമ്പോൾ അടച്ചിട്ടുണ്ടാവും സാർ. പിന്നെയും വരുന്നത് സാർ. സാർ 2023 കഴിഞ്ഞ ഗതാഗത മന്ത്രി ഒരു ക്യാമറ ഫിറ്റാക്കാൻ പറഞ്ഞു സാർ. നല്ല കാര്യമാണ് സാർ. ആക്സിഡൻ്റൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പം മാറി വന്ന ഗണേഷ് കുമാർ സാർ, ബഹുമാനപ്പെട്ട മന്ത്രി സാർ പറഞ്ഞത് എന്താണ് സാർ, അത് മാറ്റി അദ്ദേഹം താല്പര്യപ്പെടുത്തൊരു കമ്പനിക്ക് വെക്കണം സാർ. 8,000 ബസ്സിൽ സാർ 20-25,000 റുപ്യുള്ള ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും സാമ്പത്തികമായി വളരെ അതിരൂക്ഷമായ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സാർ ഞങ്ങൾ. അപ്പോൾ ഈ നിലയിൽ ഈ ഗവൺമെൻറ് പറയുന്നു സാർ, വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സൗഹൃദമായി തുടങ്ങാൻ സാർ കേരളം. നിലവിൽ സാർ ഞങ്ങൾ ഇതും കൊണ്ട് ജീവിച്ചു പോകുന്ന ഞങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതലകൾ ഉണ്ട് സാർ. ഞങ്ങൾ സങ്കടം അങ്ങയുടെ മുമ്പിൽ നിർത്തുകയാണ് സാർ. ദയവ് ചെയ്ത് സാർ, ഞങ്ങൾ 90% വിദ്യാർത്ഥിനികൾ ഞങ്ങളെ സാർ കയറ്റിക്കൊണ്ടുപോകുന്നത്. നാളെ വീടും രാജ്യവും ഭരിക്കേണ്ടത് അവരാണ് സാർ. ഞങ്ങളിതിലൊന്നും തടസ്സമില്ല സാർ. ഞങ്ങളൊരു ഉറപ്പിയാണ്, ഞങ്ങളെ ചാർജ് പറഞ്ഞ എനിക്ക് പറയുന്നില്ല സാർ. ഞങ്ങളെ ഈ വ്യവസായം സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ ഉപജീവ മാർഗമാണ് സാർ. ഞങ്ങൾക്ക് വിൽക്കാനും മാറാനും കഴിയുന്നില്ല സാർ. അപ്പോൾ റവന്യൂലിക്കൊക്കെ ഒരു വരുമാനം. വനിതകളുടെ ഇതുപോലെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ട് ഇതുവരെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നാണ്